മങ്കടയിലും അതിനിടയിൽ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. മുസ്ലിം ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്നു. മഞ്ഞളാംകുഴി അലിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ കുന്നത്ത് മുഹമ്മദ് തയ്യാറാവുകയാണ്. നാളെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരുപക്ഷെ സമീപകാലത്തൊന്നും കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള കൂടുമാറ്റങ്ങളും ചേക്കേറലുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വിമത നീക്കങ്ങളൊക്കെ കാണുകയാണ്. ഇപ്പോൾ എന്താണ് മങ്കടയിൽ സംഭവിക്കുന്നത്? എന്താണ് ഇതിലൊരു സ്ഥിരീകരണമായിട്ടുണ്ടോ? പക്ഷേ യഥാർത്ഥത്തിൽ ടെസ്റ്റ് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം താനൂരിൽ V അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം പ്രചാരണത്തിന് ഒടുവിൽ തിരൂരിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതേപോലെ AP അലവിയെ മങ്കടയിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ഞായറാഴ്ച CPM പ്രഖ്യാപിച്ചതാണ്. പിന്നാലെ ആദ്യ ദിവസം എത്തിയല്ലാതെ പ്രചാരണത്തിലൊന്നും സജീവമായിരുന്നില്ല. അതായത് ലീഗ് വിമതനും മുൻ മണ്ഡലം പ്രസിഡന്റുമായ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സജീവ ചർച്ചകളായിരുന്നു CPM എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നാളെ ഇദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അതായത് CPM കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം. AP അലവി മണ്ഡലത്തിൽ സജീവമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫ്ലക്സുകളോ ബാനറുകളോ ഒന്നും തന്നെ മണ്ഡലത്തിൽ ഉയർന്നിട്ടുമില്ല. അതായത് CPM രണ്ടാമത്തെ സ്ഥാനാർത്ഥിയാണ് തുടർച്ചയായി ഇത്തരത്തിൽ മാറുന്നത് എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ്. V അബ്ദുറഹ്മാൻ എന്തായാലും താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറ്റി. എന്നാലും താനൂരിലെ പ്രഖ്യാപനം മാറ്റേണ്ടി വന്നു. ഇപ്പോൾ മങ്കടയിലെ പ്രഖ്യാപനവും മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ്. പുതിയ സ്ഥാനാർത്ഥികളെ മാറ്റുന്ന രീതിയൊന്നും ഈ പറഞ്ഞ പോലെ CPM-നുള്ള രീതികളിൽ ഒന്നല്ല. നിലവിലിപ്പോൾ ഇദ്ദേഹം എത്തുകയാണെങ്കിൽ, ഈ കുന്നത്ത് മുഹമ്മദ് എത്തുകയാണെങ്കിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ അവിടെ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക? കുന്നത്ത് മുഹമ്മദ് മണ്ഡലത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. മണ്ഡലത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് ആണ്. ഇത്തരത്തിൽ പക്ഷേ ലീഗുമായി ഒരു വിമത നീക്കം, അതായത് ലീഗുമായി പിണങ്ങിപ്പോയ ഒരു വ്യക്തി എന്ന് പറയാവുന്നതാണ്. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അത് നേരത്തെ തന്നെ മങ്കടയിൽ മഞ്ഞളാംകുഴി അലിക്കെതിരെയൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹം വിമത സ്വരം ഒരുക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നീട് സജീവവുമായിരുന്നു. എന്തായാലും ലീഗിന് വേണ്ടി ഏറെ നാൾ പ്രവർത്തിച്ച പരിചയം, മണ്ഡലത്തെ അറിയുന്ന ഒരു പരിചയവും ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ പറയാനുള്ളത്. പക്ഷെ മങ്കടയിൽ അത്തരത്തിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതൊന്നും ചിത്രത്തിൽ നിലവിലില്ല എന്നുള്ളത് കൂടിയുണ്ട്. അക്ഷയ. അരുൺ അമൃതനാഥാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മങ്കടയിലും ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. LDF സ്വതന്ത്രനായി മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വരുന്നു എന്നുള്ളതാണ്. മഞ്ഞളാംകുഴിക്ക് അലിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുക കുന്നത്ത് മുഹമ്മദ് ആയിരിക്കും. നേരത്തെ അവിടെ അലവിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. നാളെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. റോഡ് ഷോ ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.